ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നോമ്പിന്റെ ഒരു മാസമാണല്ലേ. ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പോൾ മുസ്ലിംസും അതുപോലെ ക്രിസ്ത്യൻസും നോമ്പ് നോക്കുന്ന സമയമാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ നോമ്പുകാർക്ക് ഹൈഡ്രേറ്റിംഗ് ഡ്രിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞു കഴിയുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാനീയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ തണുപ്പ് കാലാവസ്ഥയാണ്, പക്ഷെ നാട്ടിൽ നല്ല ചൂടാണല്ലോ. അതിന്റെ ഇടയ്ക്കും ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ഒരു പാനീയമാണ്. ഇവിടുത്തെ നോമ്പ് ഇവിടെ മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ നോമ്പൊക്കെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഓഫീസൊക്കെ 3 മണി 2:30 3 മണി അങ്ങനെയൊക്കെ കാണുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലേഡീസിനാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഫലൂഡ എന്ന് പറഞ്ഞൊരു വിഭവം കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഇത് പാലൂഡ എന്ന് പറഞ്ഞൊരു വിഭവമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ എളുപ്പമാണ്. അപ്പൊ ഫലൂഡയ്ക്കകത്ത് ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിലും പിന്നെന്താ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും പെട്ടെന്നൊരു നമ്മുടെ ഡീഹൈഡ്രേഷൻ ഒക്കെ മാറാനും ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന വെറും ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് പാലുതയ്ക്ക് വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. ആദ്യമായിട്ട് 2 സ്പൂണ് ഗോതമ്പ് പൊടി, 2 സ്പൂൺ ഞാൻ ഇവിടെ അളന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ പാല്, പിന്നീട് നമുക്ക് വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസ്, കുറച്ച് പട്ട, പിന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് വേണ്ടത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇപ്പൊ പാലുത ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയിലിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ടകളില്ലാതെ കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് ആ ഒരു പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി വെക്കുക. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഞാനിവിടെ സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. 1 കപ്പ്, രണ്ടാമത്തെ കപ്പ്, 1/2 കപ്പ് വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുക. പാല് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഞാൻ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇവിടുത്തെ പഞ്ചസാര നല്ല പൊടി പഞ്ചസാര ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുന്നതാണ്. ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി പാലിൽ ചേർത്ത് മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യുക. കൈ മാറ്റാനേ പാടില്ല. ഇളക്കി നമ്മൾ ഈ പാലിനെ ഒന്ന് കുറുകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടി മധുരമൊക്കെ വേണ്ടിയവർക്ക് വീണ്ടും പഞ്ചസാര ചേർക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് അല്ലേ. നോമ്പൊക്കെ കഴിഞ്ഞ് കുടിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഇത്രേ ഉള്ളൂ ഇതിന്റെ പണി. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കാഷ്യൂസും മുന്തിരിയും ഇങ്ങൂടെ വറുത്ത് ചേർക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്ത് വറുത്ത് കോരിയിടേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ചൂടായ നെയ്യിലോട്ട് ആദ്യം നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഏകദേശം മൂത്ത് വരുമ്പോൾ കോരി നമുക്ക് ഇതിനെ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മൂക്കട്ടെ. അപ്പൊ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ കോരി പാലിലോട്ട് ചേർക്കാം. ഫൈനലി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഫലൂദ റെഡി. നിങ്ങളെല്ലാവരും ഒന്ന്
കുടിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയുക. ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്കും അതല്ലാത്തവർക്കും ഒരു 4 മണി നമ്മൾ ചായക്ക് പകരം ഒക്കെ ആയിട്ട് കുടിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടവും ആരോഗ്യകരമായിട്ടുള്ള ഒരു പാനീയമാണ് ഫാലൂദ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതും വരെ എല്ലാവർക്കും ബൈ ബൈ.